Yes. So, what we will do today, we will discuss. Listen. One equation what we have discussed last class. 2 pi by r, capital R. The root of capital R plus h whole cube by small g. ഈ ജിയും റൂട്ടിനകത്ത് തന്നെയല്ലേ? ഇനി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ആർ, റേഡിയസ് ഓഫ് എർത്ത് എത്രയാണ്? 6400 കിലോമീറ്റേഴ്സ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഫ്രം ദ എർത്ത് സർഫസ് വേർ ദി ബോഡി ഈസ് ഓർബിറ്റിംഗ്. നമ്മൾ ഡയഗ്രാം വരച്ചാൽ മെമ്മറിയിൽ കൊണ്ടുവരാം. എന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിനാണ് ഇതാണ് എർത്ത്. എർത്തിന്റെ മാസം എങ്ങനെ? എർത്തിന്റെ സെന്ററിൽ കോൺസ്റ്റന്റ് ചെയ്തിരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഏത് ബോഡിയുടെയും മാസത്തിന്റെ സെന്ററിൽ കോൺസ്റ്റന്റ് ചെയ്തിരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഇതാണ് എർത്തിന്റെ റേഡിയസ് ആർ. അവിടെ നിന്നുള്ള ഹൈറ്റ് ആണ് നമ്മൾ കറങ്ങുന്ന ബോഡിയുടെ മാസം. അവിടെ നിന്നുള്ള ഹൈറ്റ് നമ്മൾ എഴുതിയാൽ ഈ ഹൈറ്റിനെയാണ് ഞാൻ എച്ച് എന്ന് വിളിച്ചത് അല്ലേ? ഇതാണ് എർത്തിന്റെ റേഡിയസ് ആർ എന്ന് എഴുതുന്നത്. ആർ, ക്യാപിറ്റൽ ആർ. മാസ് ഓഫ് എർത്തിനെ നമ്മൾ എം എന്ന് വിളിച്ചു. നമ്മൾ ഫോർമുല ഡിറൈവ് ചെയ്തു. പീരിയഡ്, ഈ പീരിയഡ് 24 hours എന്ന് എടുത്താൽ ഈ ഹൈറ്റ് 35,983 കിലോമീറ്റർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ എഴുതി നിർത്തിയത്. ഈ പീരിയഡ് 24 hours എന്ന് എഴുതിയാൽ വാട്ട് ഇസ് 24 hours? എർത്ത് അതിൻ്റെ സ്വന്തം ആക്സിൽ തിരിയുന്ന ടൈം പീരിയഡാണ്. ഒരു തവണ കറങ്ങി വരാൻ, അതായത് ഒരു രാത്രിയും പകലും തീരാടെടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. ഒരു ദിവസം നമ്മൾ പറയും. ആ ഒരു ദിവസം നമ്മൾ ടി എന്ന് പറഞ്ഞ് 24 hours സെക്കൻഡ് ആക്കിയിട്ട് 24 hours 24 × 60 മിനിറ്റായി ഇൻറ്റു 60 അത് സെക്കൻഡ്. ഒരു മിനിറ്റ് 60 സെക്കൻഡാണ്. ഒരു മിനിറ്റ് 60 സെക്കൻഡാണ്. ഒരു മണിക്കൂർ 60 മിനിറ്റാണ്. 24 മണിക്കൂർ എന്ന് പറഞ്ഞൊരു ദിവസം 24 × 60 അത്രയും മിനിറ്റാണ്. ഇൻറ്റു 60 അപ്പോൾ സെക്കൻഡാണ്. 24 × 60 × 60. 2 pi by ക്യാപിറ്റൽ ആർ. ഇതിനെ കിലോമീറ്ററിനെ മീറ്റർ ആക്കാം. 6400 × 1000 അപ്പം മീറ്ററായി. ഈ ആർ തന്നെ സെയിം. എച്ച് എത്ര നമുക്ക് അറിയില്ല. ജി 9.8 എടുത്തിട്ട് ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് ബാക്കിയെല്ലാം അറിയാം. ടി അറിയാം, ആർ അറിയാം, 2 × 3.14. ഈ അറിയാതെ തന്നെ എച്ച് അറിയില്ല, ജി അറിയാം, 9.8 എടുക്കാം. അങ്ങനെ എച്ചിൻ്റെ വാല്യൂ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എച്ചിൻ്റെ വാല്യൂ നമ്മൾ എഴുതി 35,983 മീറ്റർ അല്ല കിലോമീറ്ററിലേക്ക് മാറ്റിയാൽ മീറ്ററിലാണ് ഉത്തരം കിട്ടുന്നത്. കിട്ടുന്ന ഉത്തരം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ 35,983 × 1000 എന്ന് കിട്ടും. ഇൻറ്റു 1000 ഇത്രയും മീറ്റർ. കിലോമീറ്റർ ആക്കുമ്പോൾ 1000 വേണ്ട. ഇത് കിലോമീറ്റർ, ഇത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് മീറ്റർ. ഇത്രയും മീറ്റർ ഏതെങ്കിലും ഒരു ഉത്തരം ഓർത്തിരിക്കുക, either മീറ്ററിൽ അല്ലെങ്കിൽ കിലോമീറ്ററിൽ. സോ ഇതാണ് നമ്മൾ മെമ്മറിയിൽ വെക്കുന്നത്. 36,000 എന്ന് അപ്രോക്സിമേറ്റ്ലി ഓർത്താലും മതിയാകും. 36,000 കിലോമീറ്റേഴ്സ് നിയർലി ഇത് തന്നെ എഴുതിയാണ് അപ്രോക്സിമേറ്റ്ലി. ഇത് പറയാൻ കാരണമുണ്ട്. ഇങ്ങനത്തെ സാറ്റലൈറ്റിന്റെ പേരാണ്, ഇങ്ങനെ കറങ്ങുന്ന ഈ ബോഡി ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നു അല്ലേ, എർത്തിനെ വലയം വയ്ക്കുന്ന ഒരു ബോഡിയുടെ പേരാണ് സാറ്റലൈറ്റ്. ഇതിന്റെ ആകെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് മൂൺ മാത്രമാണ്. മൂൺ ഇസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്. അങ്ങനെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, അതിന്റെ മാസം നമ്മുടെ തിയറിയിൽ പോയി. നമ്മുടെ ഫോർമുലയിൽ മാസം ഒന്നും വന്നിട്ടില്ല. നമ്മളൊരു ഓർബിറ്റൽ വെലോസിറ്റി വിഒ എന്നൊക്കെ എഴുതി അതിന് ഫോർമുല ആദ്യം ഉണ്ടാക്കി. വിഒക്ക് നമ്മൾ ഫോർമുല ഉണ്ടാക്കി. ഓർക്കണ്ടോ വിഒ എന്നുള്ളതിന്റെ ഫോർമുല? ഓർബിറ്റൽ വെലോസിറ്റി വിഒ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ക്യാപിറ്റൽ ജി ഇൻറ്റു എം ഇ ബൈ ആർ പ്ലസ് എച്ച്. റൂട്ട് ഓഫ് ക്യാപിറ്റൽ ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് എം ഇ ബൈ ആർ പ്ലസ് എച്ച്. അതിൽ നിന്നാണ് പീരിയഡിന്റെ ഫോർമുല ഉണ്ടാക്കിയത്. ഒരു കറക്കം എന്ന് പറയുമ്പോൾ റേഡിയസ് എത്ര? സ്മോൾ ആർ. അപ്പോൾ എത്രയാണ് അതിൽ നിന്ന് കറക്കം? 2 pi r. അതിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തത് ഈ ഫോർമുല. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടൈം. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഫോർമുലയിലേക്ക് എത്തിയത്. ഈ വിഒയുടെ മറ്റേ ഫോർമുല നമ്മൾ കോപ്പി ചെയ്തു. എന്തായിരുന്നു? വിഒ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ബൈ ചെറിയ ആർ എന്നുക. ആ ചെറിയ ആർ എന്ന് ഉദ്ദേശിച്ചത് വലിയ ആർ പ്ലസ് എച്ച് ആണ്. ചെറിയ ആർ ഡയറക്റ്റ് കാണിച്ചിട്ടുണ്ട്. കറങ്ങുന്ന ഓർബിറ്റ് റേഡിയസ് ആണ്. ഇവിടെ തുടങ്ങി സെന്റർ ഓഫ് എർത്ത് തുടങ്ങി ബോഡി കറങ്ങുന്ന സർക്കിളിന്റെ റേഡിയസ്, അതാണ് ആർ. അതാണ് ഈ വലിയ ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നത്. എപ്പോഴും സ്മോൾ ആർ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മുടെ വലിയ ആറിനേക്കാളും ഗ്രേറ്റർ ആണ്. എന്ന് വെച്ചാൽ
ആർ പ്ലസ് എച്ച് ആണ് സ്മോൾ ആർ. എപ്പോഴും ചെറിയ ആർ എന്ന് ഉദ്ദേശിച്ചത് ഈ ക്യാപിറ്റൽ ആറിനേക്കാൾ വലുത് തന്നെയാണ് കേട്ടോ. ഓർബിറ്റ് റേഡിയസ് ഓഫ് ദി ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്, അതാണ് സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ എർത്തിന്റെ റേഡിയസാണ്. എർത്തിന്റെ പുറമേ ഉള്ള കറങ്ങുന്നത്. എർത്തിനെ വലയം വയ്ക്കുന്ന ഒരു ബോഡി എന്ന് പറയുമ്പോൾ എർത്തിന്റെ പുറമേയാണ്. അപ്പോൾ എർത്തിന്റെ റേഡിയസ് എത്രയാണോ അതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും. ആറും എച്ചും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ആർ പ്ലസ് എച്ച് വളരെയധികം വലുതായിരിക്കും. നമ്മൾ അതിലേക്ക് തിരിച്ചു വരാൻ കാരണമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡെറൈവ് ചെയ്തത് പീരിയഡിന്റെ ഫോർമുല. പീരിയഡിന്റെ ഫോർമുല ഓർത്തിരിക്കാം. ഈ ഫോർമുല ഓർത്തിരിക്കാം. റൂട്ട് ഓഫ് GME ബൈ സ്മോൾ ആർ, അല്ലെങ്കിൽ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ആർ പ്ലസ് എച്ച് എന്ന് എഴുതിയാലും മതി. അതാണ് VO. ആ VO നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഈക്വൽ ടു ടൈം. കാരണം ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നതാണ് സ്പീഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടൈമിന് ഫോർമുല ഉണ്ടാക്കാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഓർബിറ്റൽ സ്പീഡ് VO ഈസ് ടൈം. ആ ടൈമാണ് ടൈം പീരിയഡ് ഓഫ് ഓർബിറ്റൽ മോഷൻ. അതാണ് 24 hours നമ്മൾ എടുക്കുന്നത്. എല്ലാത്തിനും 24 hours എടുക്കാൻ പറ്റില്ല. 24 hours എടുക്കാൻ പറ്റുന്ന ഓൺലി ഫോർ സിങ്ക്രണസ് സാറ്റലൈറ്റ്സ്. അത് നമ്മൾ പറഞ്ഞു ആ വാക്ക് അല്ലേ. സിങ്ക്രണസ് സാറ്റലൈറ്റ്സ് ഓർ സാറ്റലൈറ്റ്സ് ഹാവിങ് ഓർബിറ്റൽ പീരിയഡ് ഈക്വൽ ടു 24 hours. എല്ലാ സാറ്റലൈറ്റിൻ്റെയും പീരിയഡ് 24 hours ആവണമെന്നില്ല. സിങ്ക്രണസ് ആണെങ്കിൽ നമ്മളൊരു വാക്കവിടെ യൂസ് ചെയ്തു, SYNCHRONOUS. വേറെ വാക്ക് സ്റ്റേഷനറി എന്നാണ്. സ്റ്റേഷനറി സാറ്റലൈറ്റ്. എന്തുകൊണ്ടാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റിലേറ്റീവ്ലി അട്രസ്റ്റ് ആണ്. ഇതാണ് എർത്ത് എന്ന് വിചാരിക്കട്ടെ, ഇതാണ് സാറ്റലൈറ്റ് എന്ന് വിചാരിക്കട്ടെ. ഇവിടെ നിൽക്കുന്നു സാറ്റലൈറ്റ്. എർത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സാറ്റലൈറ്റിനെ കാണാം. എർത്ത് റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്തു. എർത്ത് റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്തു. എർത്ത് 90 ഡിഗ്രി തിരിഞ്ഞു അപ്പോൾ സാറ്റലൈറ്റ് 90 ഡിഗ്രി തിരിഞ്ഞു. എർത്ത് 180 ഡിഗ്രി തിരിഞ്ഞു അപ്പോൾ സാറ്റലൈറ്റ് 180 തിരിഞ്ഞു. എർത്ത് ഒരു കറക്കം പൂർത്തിയാക്കി 24 മണിക്കൂറിൽ. സാറ്റലൈറ്റ് ഒരു കറക്കം പൂർത്തിയാക്കി 24 മണിക്കൂറിൽ. അതുകൊണ്ട് അപ്പോൾ എപ്പോഴും എർത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആ സാറ്റലൈറ്റ് റെസ്റ്റിലാണെന്ന് തോന്നും. ബിക്കോസ് എർത്ത് കറങ്ങുന്ന അതേ സ്പീഡിൽ നമ്മൾ നിന്ന് തിരിയാണ്. നമ്മളെ ചുറ്റി വേറുള്ള നിന്ന് തിരിയാണ് എപ്പോഴും ഫേസ് ടു ഫേസ് ആയി. ഞാൻ നിങ്ങളെ ഫേസ് നിൽക്കണം. ഞാനിവിടെ 40 തിരിഞ്ഞാൽ നിങ്ങളും കൂടെ തിരിഞ്ഞാൽ ഫേസ് ടു ഫേസ് ആയി. ഞാൻ വീണ്ടും തിരിഞ്ഞാൽ നിങ്ങൾ ആ ലെവലിൽ വന്നാൽ ഫേസ് ടു ഫേസ് ആയി. അപ്പോൾ റൊട്ടേഷൻ ഞാൻ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ റൊട്ടേഷൻ പൂർത്തിയാക്കുക എപ്പോഴും ഫേസ് ടു ഫേസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ വാക്ക് യൂസ് ചെയ്തത്. സ്റ്റേഷനറി മീൻസ് റിലേറ്റീവ്ലി അറ്റ് റെസ്റ്റ്. സാറ്റലൈറ്റ് ഈസ് നോട്ട് അറ്റ് റെസ്റ്റ് ബട്ട് റിലേറ്റീവ്ലി അറ്റ് റെസ്റ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? വിത്ത് റിഗാർഡ് ടു എർത്ത്. എർത്ത് കറങ്ങുന്ന സ്പീഡിലാണ് സാറ്റലൈറ്റ് കറങ്ങുന്നത്. സ്പീഡ് ഓഫ് റവല്യൂഷൻ ടൈം വെച്ച് പറയുകയാണെങ്കിൽ 24 hours ആണ്. എർത്തിൻ്റെ റൊട്ടേഷൻ്റെ സമയം 24 hours ആണ്. സാറ്റലൈറ്റിൻ്റെ റൊട്ടേഷൻ്റെ സമയം, റൊട്ടേഷൻ എടുക്കുന്ന സമയം 24 hours ആണ്. അതാണ് റിലേറ്റീവ്ലി അറ്റ് റെസ്റ്റ്. റെസ്റ്റ് എന്നല്ല പറയുന്നത്, റിലേറ്റീവ്ലി അറ്റ് റെസ്റ്റ്. വിത്ത് റിഗാർഡ് ടു എർത്ത് എന്നുവെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു എർത്ത്. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചാണ്. അപ്പോൾ എർത്തിൻ്റെ ഭ്രമണ വേഗത തന്നെയാണ് ഈ സാറ്റലൈറ്റിൻ്റെയും കറങ്ങുന്ന വേഗത. അതാണ് സിങ്ക്രണസ്, അതായത് സ്റ്റേഷനറി എന്നുള്ള വാക്കുകൾ സെയിം മീനിങ് ആണ് ഉപയോഗിക്കുക. കാരണം ഈ ഫോർമുലയിൽ ഞാൻ വരാൻ കാരണമുണ്ട്. ഇതിൽ ഞാൻ H0 എന്ന് എഴുതിയാൽ, ഈ ഫോർമുലയിൽ നമ്മൾ H എടുത്ത് കളഞ്ഞാൽ, എന്ന് വെച്ചാൽ സിങ്ക്രണസ് അല്ലാത്തൊരു സാറ്റലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നൊരു സാറ്റലൈറ്റ് സിങ്ക്രണസ് അല്ലാത്ത സാറ്റലൈറ്റ്. സിങ്ക്രണസ് ആണെങ്കിൽ 35,983 കിലോമീറ്റർ അകലെയായിരിക്കും കറങ്ങുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട്. ഇനി പറയാൻ പോകുന്ന സിങ്ക്രണസ് അല്ലാത്തൊരു സാറ്റലൈറ്റ് എത്ര ഓർബിറ്റൽ പീരീഡ് വേണമെങ്കിൽ ആവട്ടെ, 24 hours അല്ലാത്ത എത്രയെങ്കിലും ഓർബിറ്റൽ പീരീഡ് ആവട്ടെ, 24 മണിക്കൂർ ആവണമെന്നില്ല വേറെ സാറ്റലൈറ്റ്സിന്. അപ്പം ഞാൻ ഇത് ടിയുടെ വാല്യൂ എത്ര ആവട്ടെ, ഞാനിതിൽ എന്താണ് VOക്ക് ആ ഫോർമുല ഒന്നുകൂടി എഴുതട്ടെ. VO = റൂട്ട് ഓഫ്, ഇതെല്ലാം എനിക്ക് വേണ്ട ഇതാണ് കേട്ടോ. അത് നമുക്കിനി വേണ്ടി വരും. GME ബൈ ചെറിയ ആർ അങ്ങനെ തന്നെ എഴുതാം, R+H തന്നെ എഴുതാം, R+H. എന്നിട്ട് H0 ആകുന്നൊരു കേസിന് ഞാൻ ആ VO എന്നുള്ളതിന് ഞാൻ VO മിനിമം എന്ന് എഴുതാൻ പോകും. നമുക്ക് ആവശ്യമുണ്ട്, ഈ തിയറിയും കൂടി ആവശ്യമുണ്ട്. അവിടെ അത് തീരുള്ളൂ. VO = VO മിനിമം. What do you mean by VO മിനിമം? മിനിമം ഓർബിറ്റൽ വെലോസിറ്റി എന്നല്ല, മിനിമം ഓർബിറ്റൽ കറങ്ങുമ്പോഴത്തെ വെലോസിറ്റി. VO മിനിമത്തിൻ്റെ മീനിങ് ഓർബിറ്റൽ വെലോസിറ്റി മിനിമം എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ വാല്യൂ എന്നല്ല, മിനിമം ഓർബിറ്റൽ കറങ്ങുമ്പോഴത്തെ ഓർബിറ്റൽ വേഗത. അതാണ് VO മിനിമത്തിൻ്റെ മീനിങ്. ഐ റിപ്പീറ്റ്, VO = VO minimum has a meaning. Orbital velocity in the minimum orbit. അതാണ് H=0. ഇവിടെ ഹൈറ്റ് കാണിച്ചിട്ട് നോക്കി, ഞാനീ പടം പിന്നെ വരച്ചത്. ഈ ഹൈറ്റ് എത്ര കിലോമീറ്റർ ആണ്? എത്രയോ ആണ്. സിങ്ക്രണസ് അല്ലാത്തൊരു സാറ്റലൈറ്റിന് അത് എത്രയാണ്? സിങ്ക്രണസ് ആകുന്ന സാറ്റലൈറ്റിന് അത് ഏതാണ് 36,000 കിലോമീറ്റർ ആണ് ഈ ഹൈറ്റ്. നമുക്ക് ഇവിടെ കറങ്ങുന്നു വിചാരിക്കാം, എവിടെയാണെന്ന് വിചാരിക്കാം, സാറ്റലൈറ്റ് എവിടെയാണെന്ന് വിചാരിക്കാം, ആൾമോസ്റ്റ് എർത്തിനോട് ചേർന്നാണ് കറങ്ങുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് വിചാരിക്കട്ടെ. ആൾമോസ്റ്റ് എർത്തിനോട് ചേർന്നാണ് ഒരു സാറ്റലൈറ്റ് കറങ്ങുന്നതെങ്കിൽ ഈ ഫോർമുലയിൽ H കളയാം. നമുക്ക് ഇതിലാണ് H കളയേണ്ടത്. ഇതിൽ H കളഞ്ഞാൽ
വിഒയെ വിഒ മിനിമം എന്ന് എഴുതും. സോ വാട്ട് യു മീൻ ബൈ വിഒ ഈക്വൽ വിഒ മിനിമം? വിഒ മിനിമത്തിന്റെ മീനിങ് മിനിമം വേഗത എന്നല്ല, മിനിമം സ്പീഡ് എന്നല്ല, മിനിമം ഓർബിറ്റിൽ കറങ്ങുമ്പോഴത്തെ സ്പീഡ്. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്, ഏറ്റവും ചെറിയ സ്പീഡ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഏറ്റവും ചെറിയ ഓർബിറ്റിൽ കറങ്ങുമ്പോഴത്തെ സ്പീഡ്. ഏറ്റവും ചെറിയ ഓർബിറ്റ് ഏതാ? H 0 ഓർബിറ്റാണ് ഏറ്റവും ചെറിയ ഓർബിറ്റ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കറങ്ങാൻ പറ്റില്ല, അതിൻ്റെ പുറത്തല്ലേ കറങ്ങാൻ പറ്റും. അതിൻ്റെ പുറത്ത് 50 കിലോമീറ്റർ ആകാം, 500 കിലോമീറ്റർ ആകാം, 5000 കിലോമീറ്റർ ആകാം, 36,000 കിലോമീറ്റർ ആകാം, എത്ര വേണിയാകാം. അങ്ങനെ ഒരു ഓർബിറ്റിൽ കറങ്ങുമ്പോഴത്തെ ഓർബിറ്റൽ ഹൈറ്റ് എന്ന് പറയുന്നത് 0 എടുത്താൽ ഈ ഫോർമുലയിൽ H 0 കളഞ്ഞാൽ ഈ ഫോർമുല എന്തായി? H = 0. ഞാൻ റീറൈറ്റ് ചെയ്യാൻ പോണേ. H = 0 ഇംപ്ലൈസ് VO is equal to root of capital G into ME by R. ഇതാണ് ഒരു ഫോർമുല. ഇതാണ് VO മിനിമത്തിന്റെ ഒരു ഫോർമുല. ഇതിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ ഈ ഫോർമുല വളരെ എളുപ്പമാണ്. ഈ GME എന്ന പ്രോഡക്റ്റ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. R² × G ഇത് ഓർത്തിരിക്കണം. ഞാൻ ആ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ചെറിയ ജിയും വലിയ ജിയും കൂടി കണക്ട് ചെയ്തൊരു ഫോർമുലയാണ്. ചെറിയ G = ക്യാപിറ്റൽ G × ME by R². ഈ R² അടിയിലേക്ക് ഇട്ടാൽ നമുക്ക് ആദ്യം ഒരു ഫോർമുല കിട്ടും. G = GME by R². അത് തന്നെ എഴുതിയാണ്. G = GME by R². ആ ഫോർമുല. കാരണം ഇവിടെ GME കിടക്കണം, GME കളയാൻ. അപ്പോൾ ഞാൻ ഇപ്പൊ H കളഞ്ഞല്ലോ. H കളയുമ്പോൾ ഈ VO ഞാനിപ്പോൾ VO എന്ന് എഴുതി ബ്രാക്കറ്റിൽ മിനിമം എന്നൂടെ എഴുതാം. MIN is equal to root of R²G divided by R. റൂട്ടിനുള്ളിൽ R² ഉണ്ട്, R ഉണ്ട്. അപ്പോൾ എനിക്ക് VO മിനിമത്തിന്റെ ഒരു ഫോർമുല കിട്ടി. VO മിനിമം is equal to root of RG. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ് കേട്ടോ. റൂട്ട് ഓഫ് RG ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. 6400 കിലോമീറ്ററിനെ മീറ്റർ ആക്കി ഇൻറ്റു 1000 ഇൻറ്റു 9.8 അല്ലെങ്കിൽ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റൂട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് മിനിമം ഓർബിറ്റിൽ കറങ്ങുമ്പോഴത്തെ ഓർബിറ്റൽ സ്പീഡിൻ്റെ വാല്യൂ. What do you mean by VO minimum? VO minimum has a meaning orbital speed of a satellite which is having minimum orbit radius. What is minimum orbit radius? R equal to H. That is minimum orbit radius. H is 0 is R equal to H. ഈ ഫോർമുലയിൽ R equal to R. H 0 ആകുന്ന കേസ് R equal to H അല്ല കേട്ടോ. R equal to R. ഇതാണ് മിനിമം ഓർബിറ്റ് റേഡിയസ്. H 0 എന്ന കേസ് R+H എന്താണ്? R എന്നാകും. ഈ ഫോർമുലയിൽ R+H H കളഞ്ഞാൽ എന്തായി? R എന്നാകും. GME എപ്പോഴും എന്ത് എഴുതാം? R² G എന്ന് എഴുതാം. ഒരു R വെട്ടി കളഞ്ഞാൽ ബാക്കി എന്തുണ്ട്? RGയുടെ റൂട്ട്. VO മിനിമം = റൂട്ട് ഓഫ് RG. ഒരു കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് ഒരു ഡെറിവേഷനിലേക്ക് പോകും. അതും ഇതുകൂടി നമ്മൾ കണക്ട് ചെയ്യുക. അതാണ് തീരുന്നത്. ചാപ്റ്റർ ഏതാണ്ട് തീരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത പാരഗ്രാഫായി തുടങ്ങിയാൽ മതി. Let us consider the equation for orbital velocity. 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 VO equal to ഈ ഫോർമുല എഴുതുക. root of GME by R+H. root of GME by R+H. root of GME by R+H. വലിയ R കേട്ടോ. R+H R വലിയ R. root of GME by R+H. root of GME by R+H. ഇനി അടുത്ത താഴെ if H is equal to 0, R+H equal to R is the minimum orbit radius. Is the minimum orbit radius. ഇതിനേക്കാൾ ചെറിയ ഓർബിറ്റ് റേഡിയസ് ഇല്ല. ഭൂമിയോട് ചേർന്ന് കറങ്ങുന്ന സാറ്റലൈറ്റ് is the minimum orbit radius. മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്. is the minimum orbit radius. ഈ ഫോർമുലയിൽ ഞാൻ H കളയാൻ പോകും. Therefore VO എന്ന് എഴുതി ബ്രാക്കറ്റിൽ ഒരു MIN ഇടുക. മിനിമം മുഴുവൻ എഴുതിക്കോളൂ. മിനിമം അടുത്ത സ്റ്റെപ്പോടെ MIN എന്നാണ്. VO മിനിമം ഈക്വൽ ടു ഈ ഫോർമുലയിൽ റൂട്ട് കൊടുത്തു. GME അങ്ങനെ എഴുതി. ബൈ H കളഞ്ഞു. H കളഞ്ഞിട്ട് R എന്നാക്കി ഫോർമുലയിൽ. ഇപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ വി നോ ദാറ്റ് നമുക്കറിയാവുന്നൊരു കാര്യം മറന്നുപോയെങ്കിലും നമ്മൾ എഴുതാണ്. വി നോ ദാറ്റ് എന്താണ്? ക്യാപിറ്റൽ G × ME ഈക്വൽ ടു
r²g. ഇത് ആദ്യം പഠിച്ച ഫോർമുലയാണ് കേട്ടോ. ആ ചെറിയ ജിയും വലിയ ജിയും കൂടി കണക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് ഈ ഫോർമുല ഉണ്ടാക്കാലോ. അവിടെ നിന്ന് ഞാൻ GME കളയാൻ പോണേ. അപ്പോൾ VOMIN ബ്രാക്കറ്റിലിടാം. VO മിനിമം എന്ന് വായിക്കണം. ഈക്വൽ ടു √r²g ബൈ r. ഒരു ആറങ്ങ് പോയല്ലോ. r × r ലെ r². റൂട്ടിനുള്ളിലെ മുകളിലും അടിയിലും കിടക്കുന്ന r റൂട്ടിനുള്ളിലാണ്. റൂട്ടിനുള്ളിൽ വെച്ചിട്ട് വെട്ടാലോ. അപ്പോൾ VO മിനിമത്തിന്റെ ഫോർമുല എഴുതി അവസാനിപ്പിക്കാം. VO minimum is equal to √r. എന്താന്ന് പറയുന്ന ഒരു സെന്റൻസ് താഴെ. This is the orbital velocity for a satellite. This is the orbital velocity for a satellite. This is the orbital velocity for a satellite orbiting in the minimum orbit. This is the orbital velocity for a satellite orbiting in the minimum orbit. This is the orbital velocity for a satellite orbiting in the minimum orbit. Orbiting in the minimum orbit. This is the orbital velocity for a satellite orbiting in the minimum orbit. അതാണ് VO മിനിമത്തിന്റെ മീനിങ്. അല്ലാണ്ട് സ്പീഡിന്റെ മിനിമം വാല്യൂ എന്നല്ല ഉദ്ദേശിച്ചത്. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിന്റെ ഏറ്റവും ചെറിയ വാല്യൂ എന്നല്ല ഉദ്ദേശിച്ചത്. മിനിമം ഓർബിറ്റ് റേഡിയസിൽ കറങ്ങുമ്പോഴത്തെ സ്പീഡാണ്. അതാണ് അതിന് വേറെ മീനിങ്. ആ മീനിങ് പഠിക്കാനില്ല. ഏറ്റവും ചെറിയ ഓർബിറ്റ് റേഡിയസ് ഉള്ളപ്പോഴത്തെ സ്പീഡ്. അതാണ് VOMIN. √rg ഓർത്തിരിക്കണം. അത് പ്രോബ്ലം ചോദിച്ചാൽ നേരെ ഇത് കൊടുത്താൽ മതി. x0 ആക്കി കളയുന്ന ഫോർമുല വളരെ എളുപ്പമാണ്. ഇത് ഡെറൈവ് ചെയ്യാൻ കാരണമുണ്ട്. ഇനി അടുത്ത ഡെറിവേഷനിൽ നമുക്ക് ഇത് എടുത്ത് കമ്പയർ ചെയ്യേണ്ടി വരും. ഈ പഠിക്കാൻ പോകുന്നത് എസ്കേപ്പ് വെലോസിറ്റിയാണ്. അപ്പോൾ പുതിയ ഹെഡിങ് എഴുതി വയ്ക്കാം. ഈ വീഡിയോ നമുക്ക് കട്ട് ചെയ്തിട്ട് അയക്കാം. എസ്കേപ്പ് വെലോസിറ്റി ന്യൂ ഹെഡിങ്.